Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 52.20 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് കൂടിയാണ്, ഫ്രൈഡേ. അപ്പോൾ 24,284.05 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,200, അതുപോലെ തന്നെ 24,150, പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,400, $24,450. ഈ സ്ട്രൈക്ക് പ്രൈസസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു പ്രൈസ് റിജക്ഷൻ ആണ് ഹയർ ലെവൽസ് എന്ന് കാണാൻ സാധിക്കുന്നത്. 24,284.05 ഓപ്പൺ ഹൈ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഓപ്പണിംഗ് ലെവൽ നോക്കിയാൽ 24,284.05, ഹൈ നോക്കിയാൽ 24,284.05. അപ്പോൾ ഓപ്പൺ ഹൈ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരും ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാലും ഇന്നലെ ഡേ ഹൈ ലെവലിലേക്ക് നമ്മൾ കോൾ ഓപ്ഷൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോൾ ഓപ്ഷൻ്റെ ഒരു ലെഗ് മാത്രം ഉണ്ടായിരുന്ന, ഒരു ലോട്ട് മാത്രം ഉണ്ടായിരുന്ന കോൾ ഓപ്ഷൻ്റെ പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്യാതിരുന്നത്. പുട്ട് ഓപ്ഷൻ നമ്മൾ 3 ലോട്ടാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടിയാൽ നമുക്ക് എടുക്കാം. ഡയറക്ഷൻ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുണ്ട്. കൂടുതൽ ഡൗൺ സൈഡ് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അതിന് മുൻപ് ഒരു പുൾ ബാക്ക് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും $24,350, ഒരു എൻട്രി എടുക്കാം നമുക്ക്. വെയിറ്റ്, ഇപ്പോൾ കോൾ ഓപ്ഷൻ ഒരു സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത്. ഇന്നലത്തെ ഒരു സപ്പോർട്ട് ലെവലുണ്ടായിരുന്നു. ഈ ഒരു ലെവലിലേക്ക് വരുമെന്നുള്ളൊരു വ്യൂവിലാണ് നമ്മൾ ഇന്നലെ കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്തത്. പക്ഷേ അത് ഡേ ഹൈയിലേക്ക് വരികയും ബ്രേക്ക് ഔട്ട് വരികയും ചെയ്തു. 270 ലെവലിലേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഫോൾ ആയിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഒരു എൻട്രി എടുക്കാം. യെസ്, നമ്മളൊരു കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്തിട്ടുണ്ട്. 138.60 ആവറേജ് പ്രൈസ് 1 ലോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മൊമെൻറ്റം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 24,350 എൻട്രിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്തൊരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ലെവലിൽ ഒരു ബൈയിങ് പ്രഷർ കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊരു എൻട്രി എടുക്കാൻ തീരുമാനിച്ചത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇത് മാക്സിമം റൈഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പൊസിഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ഡേ ലോ ലെവൽ വന്നത് ബ്രേക്ക് ചെയ്തെങ്കിലും കൂടുതൽ ഡൗൺ സൈഡ് വന്നിട്ടില്ല. ഇപ്പോൾ ഒരു റിവേഴ്സൽ സൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ 255 ലെവലിൽ നിന്ന് ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതേസമയം നമ്മൾ പൊസിഷൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ള എൻട്രി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെങ്കിലും നമ്മൾ ആ ഒരു പൊസിഷൻ ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുള്ളത് പുട്ട് ഓപ്ഷൻ ഹൈ എന്നാണ് നമ്മൾ എടുത്തത് 138 ലെവലിൽ നിന്ന്. അതിനുശേഷം ആ ഒരു പൊസിഷൻ ലോസിലേക്ക് വന്ന ഉടനെ തന്നെ നമ്മൾ ഹെഡ്ജ് ചെയ്തു. 135 എറൗണ്ട് സെയിം പ്രീമിയം വരുന്ന കോൾ ഓപ്ഷൻ 24,200 കോൾ ഓപ്ഷൻ നമ്മളെടുത്തു. അതിനുശേഷം ഒരു പുട്ട് ഓപ്ഷൻ 116 ഒന്ന് ആവറേജ് ചെയ്തതാണ്. അപ്പോൾ ഓവറോൾ പൊസിഷൻ 2 പുട്ട് ഓപ്ഷൻസും 1 കോൾ ഓപ്ഷനും. ഇപ്പോൾ 2 പുട്ട് ഓപ്ഷനും ഒരു കോൾ ഓപ്ഷനാണ്. പുട്ട് ഓപ്ഷൻ ഒരു സപ്പോർട്ടിലാണ്. നേരത്തെ ഒരു സപ്പോർട്ട് ലെവൽ 116 ലെവലിലാണ് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഡൗൺ ആവുകയാണെങ്കിൽ, മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ 255 ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 255 ലെവലിൽ നിന്ന് ഡൗൺ ആവുകയാണെങ്കിൽ നമുക്ക് ഡേ ലോ വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്ജിഡ് പൊസിഷൻ 1.5K ലോസിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്കിതിനെ ഹോൾഡ് ചെയ്യാം. എന്തായാലും ഡേ ഹൈ ലെവലിലേക്ക് പുട്ട് ഓപ്ഷൻ വരുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ എൻട്രി പുട്ട് ഓപ്ഷനിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പൊസിഷൻ വരുന്നതെന്ന്. ഇപ്പോൾ 10:30 ആണ് സമയം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം പ്രോഫിറ്റിലേക്ക് വരുമോ എന്നുള്ളത്. ഓക്കെ, മാർക്കറ്റ് ഇന്നും സൈഡ് വേസ് മൂവ്മെൻറ്റിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രേക്ക് ഔട്ട് ഡേ ലോ ബ്രേക്ക് ചെയ്തൊരു ഫോളാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. അപ്പോൾ അത് വരാനിനിയും എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പൊസിഷൻ കുറച്ച് കോംപ്ലക്സ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2K ലോസിലാണ്. മാക്സിമം ഒരു 3K 4K വരെയൊക്കെ ലോസ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സെയിം പ്രപ്പോർഷനിൽ തന്നെയാണ് കോൾ ഓപ്ഷൻ ഒരെണ്ണവും പുട്ട് ഓപ്ഷൻ 2 എണ്ണമാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുട്ട് ഓപ്ഷനിൽ അത്യാവശ്യം നല്ല പ്രീമിയം ഡികെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോൾ ഓപ്ഷനിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു സ്പൈക്ക് വന്നിട്ടില്ല. എന്തായാലും ഹോൾഡ് ചെയ്യാണ്. കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ലൊരു ബ്രേക്ക് ഔട്ട് പുട്ട് ഓപ്ഷനിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എഗെയിൻസ്റ്റ് വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ലോസ് അറൗണ്ട് 2K 2.3K ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോസ് 1Kയുടെ അടുത്താണ്, 1Kയുടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു നേരത്തെ വന്നിട്ടുള്ള ഈ ഒരു ലോ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ട് ലെവൽ വന്ന സമയത്ത് 1000 താഴെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഡേ ലോ ലെവലാണ്. ഡേ ലോ 24,210 ലെവലാണ്. 24,206.80 ആണ് ഇതുവരെയുള്ള ഡേ ലോ. 200 ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാം. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആസ് ഓഫ് നൗ 2K ലോസിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 2:30 കഴിയുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. മാർക്കറ്റ് സൈഡ് വേസ് മൂവ്മെൻറ്റിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൊസിഷൻ ആണെങ്കിൽ 2K ലോസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ലോസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുട്ട് ഓപ്ഷനിൽ ലോസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോൾ ഓപ്ഷൻ ആണെങ്കിൽ കോസ്റ്റ് ഒന്ന് അനങ്ങിയിട്ട് പോലുമില്ല. 2-3 പോയിൻ്റ് നെഗറ്റീവിൽ മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ പുട്ട് ഓപ്ഷനിൽ ഒരു മൂവ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ എൻട്രി പ്രൈസിൻ്റെ താഴെ മാത്രമാണ് ഇത്രയും സമയം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് 3:40 വരെ വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് പ്ലാന്. അപ്പോൾ എന്തായാലും ഇന്ന് സ്ക്വയർ ഓഫ് ചെയ്യാം. അതേസമയം മാക്സിമം വെയിറ്റ് ചെയ്യാനും തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ
2K ലോസിലാണ്, 2.3K ലോസ് വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2K ലോസിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. ഇപ്പോൾ 2:30 കഴിഞ്ഞ സമയം, ഇനി 1 മണിക്കൂറുണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ വീക്ക്ലി ക്ലോസിങ് എവിടെ വരിക നോക്കാം. കാര്യമായിട്ട് മൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു സൈഡ് വേസിൽ തന്നെ തുടർന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ലോസ് ഒരു 2.53K വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു റിക്കവറി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഡെയിലോ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോളോ വരുമെന്ന് തോന്നുന്നു. 23,925 ലെവലിലേക്ക് ഫോളോ ആവാനുള്ള ചാൻസസ് വരെയുണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു റേഞ്ചിൽ തന്നെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലോസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി 1 മണിക്കൂർ സമയമുണ്ട്, നമുക്ക് നോക്കാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 3 മണി കഴിഞ്ഞു, 3:15 മാർക്കറ്റ് കുറച്ചൊന്ന് ബെയറിഷായി വരുന്നുണ്ട്. പക്ഷെ അതിനുള്ള സമയം ഇനിയുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും 1.7Kയിലേക്ക് എത്തിയിട്ടുണ്ട്. 1.6K ഒരു സ്പൈക്ക് ഈ ഒരു സമയത്ത് വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. അഗെയിൻ ഒരു മാർക്കറ്റ് ഇന്നിപ്പോൾ ഈ ഒരു ഓപ്ഷൻ മൂവ് ചെയ്തത് മൊത്തം ഈ ഒരു നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഹൈയിലാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ അതൊരു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 9:45 ശേഷം 20 പോയിൻ്റ് മാത്രം, 20 പോയിൻ്റ് റേഞ്ചിൽ മാത്രമാണ് നിഫ്റ്റി ഈ ഒരു നിഫ്റ്റി പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 24,400. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ 20-25 പോയിൻ്റ് കഷ്ടിച്ച് ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയിലും അതുപോലെ തന്നെ ചെറിയ മൂവ്മെൻറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. 24,220 to 260 എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ 65. ഒരു 40 പോയിൻറ്റ്സ് മാത്രമാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീക്ക്ലി ക്ലോസിങ് 24,350 താഴെ വരും എന്ന് പ്രതീക്ഷിക്കാം ആസ് ഓഫ് നൗ. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ 24,000 ലെവലിലേക്ക് ഫോളോ ആവാനുള്ള സാധ്യതകൾ ഇല്ല. ഇനിയുള്ള 20 മിനിറ്റ് 25 മിനിറ്റിനകത്ത് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു 24,350യുടെയും 23,925 ലെവലിൻ്റെ ഇടയിലാണ് ക്ലോസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഇപ്പോഴും 1.7K ലോസിലാണ് നിൽക്കുന്നത് ഓവറോൾ. അപ്പോൾ നമുക്ക് 3:15 സമയം. ക്ലോസിങ് ഓപ്ഷൻ സെഷനിലേക്ക് കടന്ന് മാർക്കറ്റ് എന്തായാലും നമുക്ക് ഈ ഒരു ലെവലിൽ സ്ക്വയർ ഓഫ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ക്ലോസിങ് ഓപ്ഷൻ സെഷൻ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കിയതിന് ശേഷം ചെയ്യാം. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും കപ്പിൾ ഓഫ് മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് 310 ക്യാൻഡിലോടുകൂടി അത് സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ 328, 29, 3:28, 3:29 ആ സമയത്ത് മാത്രം ഒരു സ്പൈക്ക് അല്ലെങ്കിൽ ഒരു ക്ലോസിങ് എവിടെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു 315 to 320, 315 to 330 ഒരു ടൈമിൽ ചെറിയൊരു മൂവ്മെൻറ്റ് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഒരു ക്ലോസിങ് ഓപ്ഷൻ നടക്കുന്നൊരു സമയത്ത്. അപ്പോൾ അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. ഓക്കെ, സ്ക്വയർ ഓഫ് ചെയ്ത് എന്തായാലും 1.8K 1.9K ലോസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ലോങ്ങസ്റ്റ് ഹോൾഡിംഗ് ആണ്. പക്ഷേ അങ്ങനെ ഹോൾഡ് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു ക്ലോസിങ് ഓപ്ഷൻ സെഷൻ
അല്ലെങ്കിൽ ഈ ഒരു സൈഡ് വൈസ് വരുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് കൂടുതൽ ലോസിലേക്ക് പോകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഈ വീക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് വൈസ് തന്നെയാണ് ഈ ഒരു വീക്ക്. തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളും, അപ്പോൾ ഇന്നത്തെ ചാർട്ടാണിത്, 5 minutes ചാർട്ട്. അതുപോലെ തന്നെ ഇന്നലെയും നമുക്കൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു, ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം. പിന്നെ അത് ബ്രേക്ക് ചെയ്തെങ്കിലും അവിടെ നിന്ന് വീണ്ടും ആ ഒരു റേഞ്ചിനകത്തേക്ക് തന്നെ വരുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നെ അതിന് മുൻപുള്ളൊരു ദിവസമാണെങ്കിലും ഈ ഒരു ഫോൾ ആയതിനു ശേഷം, ചെറിയൊരു ഫോൾ വന്നതിന് ശേഷം കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിച്ചത് ബുധനാഴ്ച. പിന്നെ വീണ്ടും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും ഇതുപോലൊരു കൺസോൾട്ടേഷനാണ് വന്നിട്ടുള്ളത്. നമുക്കാകെ തിങ്കളാഴ്ച മാത്രമാണ് ഒരു മൊമെൻറ്റം വന്നിട്ടുള്ളതെന്നാണെങ്കിൽ നമുക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല. അന്ന് നോട്ട് ട്രേഡ് ഡേ മീൻസ് മാർക്കറ്റിലിരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ദിവസം മാത്രമാണ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്, ഒരു വാരിഷ് ആയിട്ട് മൂവ്മെൻറ്റ്. പിന്നെ മുഴുവനായിട്ടും റിക്കവർ ചെയ്ത് 24,350 ലെവലിലേക്ക് വരുന്നത് കാണാൻ സാധിച്ചു. അപ്പോൾ അതിനുശേഷമുള്ള 4 ദിവസവും കൺസോൾട്ടേഷൻ ആയിരുന്നു. ആ 4 ദിവസവും നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച ബാക്ക് ടു ബാക്ക് 4 ദിവസം ലോസാണ് വന്നിട്ടുള്ളത്. ഇപ്പം എന്തായാലും നമ്മുടെ ഡിസിപ്ലിൻ കൃത്യമായിട്ട് നമുക്ക് ഡിസിപ്ലിനോടുകൂടി ചെയ്യുക. ലോസസ് എന്തായാലും ലൂസിങ് റാലിയാണ്. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് ദിവസം ആവുന്നുണ്ട്. ഹെഡ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാനായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു കഴിഞ്ഞ 4 ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്ക് ടു ബാക്ക് ലോസസ് വന്നത്, പ്രോഫിറ്റ്സ് വരുന്ന ദിവസങ്ങളും വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഹെഡ് ചെയ്തിട്ട് ചെയ്യാം. ക്യാപിറ്റൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ കൂടുതൽ സമയം നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റി. ട്രെൻഡിങ് ഡേ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ഗുണം ചെയ്യും. ഇപ്പോൾ നമ്മുടെ എൻട്രി കുറച്ച് നല്ല ലെവൽസിൽ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇന്ന് ഓപ്പണിങ്ങിൽ തന്നെ ഹൈയിലാണ് നമ്മൾ എൻട്രി എടുത്തത്. അത് ഒരു 10-12 പോയിൻറ്റ്സ് താഴെ എടുക്കാനാണ് പ്ലാൻ ചെയ്തത് ആക്ച്വലി. പക്ഷേ അത് നടന്നില്ല. അത് ബ്രേക്ക് ഔട്ട് ആയപ്പോൾ ഒരു എൻട്രി എടുത്തു, പിന്നെ അതിന് ആവറേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു എൻട്രിയിൽ വന്നൊരു മിസ്റ്റേക്കും പിന്നെ രണ്ടാമത്തെ എൻട്രിയും അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ കോൾ ഓപ്ഷൻ്റെ വരുന്നതിന് മുമ്പേ എടുക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പോരാത്തതിന് സൈഡ് വേസ് കൂടിയാണ്. അപ്പോൾ സൈഡ് വേസ് വരുമ്പോൾ നമുക്ക് ചെറിയ പോയിൻറ്റ്സ് ആണെങ്കിൽ പോലും അത് വലിയ വ്യത്യാസം ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും കമ്മിങ് വീക്കിൽ നമുക്ക് ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ 1.9K ലോസിൽ ഈ വീക്ക് ക്ലോസ് ചെയ്യാണ് ഇന്നത്തെ ലോസോടുകൂടി. അപ്പോൾ നെക്സ്റ്റ് മൺഡേ നമുക്ക് കാണാം. കമ്മിങ് മൺഡേ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.